നമ്മുടെ ആരുടെയും സ്വന്തം ദേശമല്ല ഈ ഭൂമി. ആയിരുന്നുവെങ്കിൽ നമ്മളിവിടെ മരിക്കരുതായിരുന്നു. ഈ ഭൂമി നമ്മുടെ സ്വന്തമായിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഇവിടെ മരിക്കരുതായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട, ഈ നമ്മുടെ സ്വന്തമല്ലാത്ത ഭൂമിക്ക് വേണ്ടി നമ്മൾ ജന്മം മുതൽ മരണം വരെയും കഷ്ടപ്പെടുന്നു. നമ്മൾ ഈ സ്വന്തം ദേശമല്ലാത്ത ഈ ഭൂമിയിലെ രാജാക്കന്മാരാകാൻ വേണ്ടിയിട്ട് ഒരു പ്രിയപ്പെട്ട ഒരു MLA ആകാൻ, ഒരു MP ആകാൻ, ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും എത്രയോ പേരെ കരയിപ്പിക്കുന്നു. ചിലർ ചില പ്രാണനുകളെ തകർത്ത് കളയുന്നു. 5 or 10 വർഷം മാത്രമുള്ള അധികാരത്തിന് വേണ്ടി അനേക പ്രാണനുകളെ ചിലരെന്താണ് നിഷേധിച്ച് കളയുന്നു. എന്നാൽ നോക്കുവിന് യേശുക്രിസ്തു പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാലെ നശിച്ചു പോകും. അതേ പ്രിയപ്പെട്ടവരെ, അല്പകാലത്തെ സുഖത്തിന് വേണ്ടി ഒരു മനുഷ്യ പ്രാണനെ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ കണക്ക് ദൈവം നമ്മളോട് ചോദിക്കുമെന്നാണ് വചനം. അതേ, മനുഷ്യനെ കൊല്ലുന്നവനെ മനുഷ്യൻ തന്നെ കൊല്ലുമെന്ന് ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു. അതിപ്പോഴും സത്യമാകുന്നു താനും. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും എത്രമാത്രം അധികാരം പ്രാപിച്ചാലും, എത്ര സമ്പന്നനായാലും, എത്രമാത്രം വിദ്യാപൂർണതയിലേക്ക് വന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു മരണമുള്ളത് കൊണ്ട് യാചകന്മാരും മട്ടുപ്പാവിൽ ഇരിക്കുന്നവരും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും രാജാക്കന്മാരും പ്രഭുക്കന്മാരും സാഹിത്യകാരന്മാരും തത്വജ്ഞാനികളും ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും ഉറപ്പുള്ള ഒരു കാര്യം മരണം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മരിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ നമുക്ക് അവകാശമില്ല എന്ന് അറിയുന്നു. ഈ ഭൂമിയിൽ ജീവിപ്പാനുള്ള നമ്മുടെ ദ്രവിച്ചു പോകുന്ന ശരീരം നമ്മളെന്താണ് മണ്ണിലേക്ക് ലയിച്ചു പോകുന്ന വഴി ഈ ഭൂമിയിൽ നമുക്ക് പങ്കും ഓഹരിയും ഇല്ല എങ്കിൽ ഇന്നോ നാളെയോ മരിച്ചു പോകുന്ന ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം നമുക്ക് വേണ്ടി മനോഹരവും ഉദാത്തവുമായിരിക്കുന്ന ഒരിക്കലും തീർന്നു പോകാത്ത ഒരു സ്വർഗരാജ്യം ദൈവം ഒരുക്കി നിങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിക്കുവാൻ അത്ര ദൈവം ഞങ്ങളെ വിളിച്ചത്. ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് നമ്മളോട് കൽപ്പിച്ച കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തന്നെ.